നമസ്തേ. മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്ക് ഈ പുതുവത്സരം മുതൽ ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചപ്പോൾ സുഖദുഃഖ സമ്മിശ്ര അനുഭവമാണ് രാശിയിൽ തെളിഞ്ഞു കണ്ടത്. വിദ്യ കൊണ്ട് നേടുന്നതോടൊപ്പം തന്നെ ടെസ്റ്റുകളിലും ഇന്റർവ്യൂവിൽ വിജയിക്കും, കായിക കാര്യങ്ങൾ വിജയിക്കുകയും ചെയ്യുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് പിന്നീട് വരുന്നത് ആദ്യത്തെ ദശയിൽ തീരാദുഃഖങ്ങൾക്കും അതുപോലെ തന്നെയുള്ള പേരുദോഷങ്ങൾക്കും ഇടവരുന്നതായ ഒരു അവസ്ഥ വിശേഷം കൈവരിക്കുന്നു. ശേഷം വരുന്നതായ 10 വർഷക്കാലമുള്ള ചന്ദ്രൻ അവരെ ഉന്നതിയിലെത്തിക്കും. നല്ല വിവാഹം, സർക്കാർ സംബന്ധമായി ജോലി പ്രവേശിക്കുക എന്നിവ വലിയ ഒരു നേട്ടം തന്നെയാണ്. ഇവരെ ഗ്രസിക്കുന്ന ഏറ്റവും വലിയ കാര്യം കുടുംബ സാഹോദര്യ സ്നേഹം നിലനിർത്തുവാൻ ആഡംബര ഐശ്വര്യത്തിനെ ശ്രമിക്കുമ്പോൾ വൻതോതിലുള്ള കടബാധകൾ വരുത്തി വെക്കാത്ത രീതിയിലുള്ള എളിയ ശ്രമങ്ങൾ മാത്രം ഇവർ ശ്രമിക്കേണ്ടതാണെന്ന് ഒരു മുന്നറിയിപ്പായിട്ട് അറിയിക്കുകയാണ്. ഭരണി നക്ഷത്രക്കാർ സുഖലോലുപരും വെളുത്ത നിറമുള്ളവരും സൗന്ദര്യമുള്ളവരുമാണ്. ദശാനാഥൻ ശുക്രനാണ്. തുടക്കത്തിൽ വിദ്യയ്ക്ക് അഭ്യുന്നതിയും വളരെയധികം മേന്മ കൈവരിക്കുമെങ്കിൽ ഏകദേശം ഒരു 10 വയസ്സിന് ശേഷം ബാലാരിഷ്ടതകളും ദുശാഠ്യങ്ങളും നിർബന്ധ ബുദ്ധികളും ഉള്ള അവസ്ഥയിലേക്ക് ഇവരുടെ സ്വഭാവ രീതി മാറുന്നതായി കാണാം. അത് വഴിപാടും അതുപോലെ പ്രാർത്ഥനകളും കൊണ്ട് അവരുടെ സ്വഭാവ രീതി നമ്മൾ നേർവഴിക്ക് കൊണ്ടുവരേണ്ടതാണ്. പിന്നീട് വരുന്നതായ ഒരു 10 വർഷത്തെ ചന്ദ്രദശ വിദ്യയ്ക്ക് അഭ്യുന്നതി, ജീവിതചര്യയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല തൊഴിൽ പ്രവേശിക്കുക, ഐശ്വര്യ സമ്പൽ സമൃദ്ധമായ ജീവിതം കൈവരിക്കുക എന്നുള്ള പ്രതിജ്ഞാബദ്ധരാണ്. ചില ദുശാഠ്യങ്ങളും ചില നിർബന്ധ ബുദ്ധികളും ചില കുതന്ത്രങ്ങളും ജീവിത വിജയത്തിനായി തേടുന്ന ഇവർ പിന്നീട് മാനാപമാനത്തിനും അവഹേളനത്തിനും ശത്രുപീഡയ്ക്കും രോഗപീഡയ്ക്കും വശംബദ്ധരാകുന്ന രാഹുവിൻ്റെ അനുഭവത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതായി വരുന്നതിനാൽ രാഹു പാനനിൽ നിൽക്കുന്നെങ്കിൽ തന്നെയും 12 നിൽക്കുന്ന ശനി ദോഷകാരകമായി നിൽക്കുന്നതിനാൽ ശനിപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ അതുപോലെ തന്നെ രാഹുപ്രീതികരമായ വഴിപാടുകൾ സർപ്പപ്രീതികൾ വരുത്തേണ്ടുന്നതാണ്. എല്ലാ വെള്ളിയാഴ്ചയോറും ദുർഗാദേവി ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലിയും അതുപോലെ തന്നെ വെള്ളനിവേദ്യവും നെയ്വിളക്കും ഉടയാട ചാർത്തും നടത്തി ഭരണി നക്ഷത്രക്കാർ സൗഭാഗ്യം തേടേണ്ടതാണ്. കാർത്തിക നക്ഷത്രക്കാർ അസുര നക്ഷത്ര ജാതാക്കളായതിനാൽ തുടക്കം അവർക്ക് ക്ഷീണാവസ്ഥയാണെങ്കിലും ആരെയും വകവെക്കാത്ത ദുശാഠ്യശീലവും അതുപോലെ തന്നെ ഏൽക്കുന്ന കാര്യത്തിലെ കാര്യവിധത്തിലുള്ള പരിശ്രമം അവരെ ഉന്നതിയിൽ എത്തിക്കുമെങ്കിലും ദശാനാഥൻ ആദിത്യനായതിനാൽ കൂടുതൽ സ്വൈര്യം കേട് വരുന്നതായ അനുഭവങ്ങൾ ഇവർ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അതിൻ്റെ ശാന്തതയ്ക്കും സമാധാനത്തിനുമായി ശിവക്ഷേത്രത്തിൽ ജലധാര, കൂളത്തിലെ മാല എന്നിവ സമർപ്പിക്കണം.